2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഫ്രം സീറോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഏതൊക്കെ മെറ്റീരിയൽ ആണ് വായിക്കേണ്ടത്? ജെഇ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ നീറ്റിന്റെ ബയോളജി പുസ്തകങ്ങൾ വായിക്കണോ, അതും അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഞാനും ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ആരും എന്നെ ഗൈഡ് ചെയ്ത് ഐസറിലേക്ക് എത്തിക്കാൻ ഇല്ലാത്തൊരു സമയമായിരുന്നു അത്. എല്ലാം ഞാൻ സ്വയമാണ് ഫിഗർ ഔട്ടും ചെയ്തിരുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐസറുകളിലെ BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സിന് വേണ്ടി കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഐസർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. ഏത് തരത്തിലുള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടിയായിരിക്കും ഐസറുകൾ ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്? സ്വാഭാവികമായിട്ടും സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും റിസർച്ച് കരിയർ ആക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഐസറുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐസറിലേക്കുള്ള അഡ്മിഷൻ ആയിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഒരിക്കലും നമ്മൾ കാണാതെ പഠിക്കുന്നത് അതുപോലെ ഉത്തരമായി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഉണ്ടാവുക. ക്യൂരിയസ് ആയിട്ടുള്ള, അനലിറ്റിക്കൽ സ്കില്ലുള്ള, ഡീപ്പ് കോൺസെപ്ഷ്യൽ നോളജ് ഉള്ള കുട്ടികളെയാണ് ഐസറുകൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്തും കാണാതെ ഒരു ഫാക്റ്റ് പഠിക്കുക എന്നുള്ളതിലുപരി ഓരോ കോൺസെപ്റ്റിന്റെയും വൈ, ഹൗ, വാട്ട് ഇഫ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. രണ്ടാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആ എക്സാമിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ആകെ 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നും 15 ചോദ്യം വെച്ചാണ് ഉള്ളത്. ഓരോ ശരിയായിട്ടുള്ള ഉത്തരത്തിനും 4 മാർക്കാണ് ഉണ്ടാവുക. തെറ്റായിട്ടുള്ള ഉത്തരമാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് 1 മാർക്കാണ്, അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഇല്ല. അതായത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പരിപൂർണമായിട്ട് എഴുതാതിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മാത്സ് ഒട്ടും എഴുതാത്ത ഒരു കുട്ടിക്കും ടെക്നിക്കലി എക്സാമിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാനും അടുത്ത വർഷം ഒരു ഐസറിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഒരു സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യരുത്. ഇനി എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ, നീറ്റിൽ നിന്നും ജെയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് കാണാനാവുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എല്ലാ വർഷത്തെയും ചോദ്യ പേപ്പറുകൾ സ്വയം നമ്മൾ തന്നെ ചെയ്തു നോക്കി കൃത്യമായിട്ട് ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വർഷത്തെയും ചോദ്യ പേപ്പർ ഒരു എക്സാം എഴുതുന്നത് പോലെ തന്നെ നോക്കാൻ, അതായത് 3 മണിക്കൂറൊക്കെ ടൈമർ വെച്ച് എങ്ങനെയായിരുന്നു ആ വർഷങ്ങളിൽ ഒരു കുട്ടി ആ എക്സാമിനെ കണ്ടിരുന്നത്, അതുപോലെ തന്നെ അതേ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചോദ്യങ്ങൾ വായിച്ച് പരീക്ഷ എഴുതി നോക്കണമെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ www.crisperlearning.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയാൽ മതി. ഇനി മോക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത കൺഫ്യൂഷൻ, എവിടെ നിന്നാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ്. സ്റ്റാർട്ട് ഫ്രം യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. അതെ, NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മളുടെ ഫൗണ്ടേഷൻ. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഓരോ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് വായിച്ചു തുടങ്ങുക. അതിലുള്ള ഡയഗ്രാംസ് മനസ്സിലാക്കുക, എല്ലാ കോൺസെപ്റ്റുകളും ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ ടോപ്പിക്കിൽ നിന്നും വരാവുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലെവലിലുള്ള ചോദ്യങ്ങളും ചെയ്തു നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു പ്രാക്ടീസ് റുട്ടീൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു വർഷം ഐസറിന് വേണ്ടി മാത്രം മാറ്റിവെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോ ആണ് എങ്കിൽ കൂടുതൽ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു റുട്ടീനായി ഒരുപാട് ക്വസ്റ്റ്യൻസും റെഗുലർ ആയിട്ട് ചെയ്ത് ശീലിക്കണം. റെഗുലർ ആയിട്ട് പഠിച്ച കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ടേയിരിക്കണം. ഈ ടെസ്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ പരീക്ഷകൾ എഴുതുന്നതിനനുസരിച്ചും ആ ടെസ്റ്റിന്റെ മാർക്ക് മാത്രമല്ല നിങ്ങൾ അനലൈസ് ചെയ്തു പോകേണ്ടത്. നിങ്ങൾ എഴുതിയ ഓരോ ടെസ്റ്റിന്റെയും അനാലിസിസ് നിങ്ങൾ സ്വയം നടത്തണം. മാർക്കിന് വേണ്ടിയിട്ടുള്ള അനാലിസിസുകളല്ല, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക്
മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനുള്ള അനാലിസിസുകൾ, നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്തു, നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ വീക്ക് ഏരിയ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം. ആ വീക്കായിട്ടുള്ള ഏരിയ മാത്രം റിവൈസ് ചെയ്ത് അവിടെ അതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ കോൺസെപ്റ്റ് വീണ്ടും തെറോ ആയിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ വീണ്ടും റിവൈസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ശീലിച്ച് വീണ്ടും വീണ്ടും ടെസ്റ്റുകൾ എഴുതി ആ ഒരു ഏരിയയിൽ നിങ്ങൾ എക്സ്പേർട്ടായി മാറണം. ഇനി എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ജെഇ മെറ്റീരിയലുകൾ മാത്രം റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം റെഫർ ചെയ്യുന്നത്. എനിക്ക് നീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ജെഇക്ക് വേണ്ടിയോ ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഐസറിൽ എത്താൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോടാണ് ഈ കാര്യം പറയാനുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അത് ഏതും ആയിക്കോട്ടെ, നീറ്റിന് വേണ്ടിയിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ജെഇക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അത് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ കാര്യത്തിലും അത് ശരിയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഐസറിന്റെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജെനറ്റിക്സിൽ പെഡിഗ്രി സോൾവ് ചെയ്യാനുള്ള ടൈപ്പ് ചോദ്യം, അല്ലെങ്കിൽ ബയോടെക്നോളജിയിലെ ജെൽ ഇലക്ട്രോഫോറസിസ് ഒക്കെ റൺ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഇത് സാധാരണഗതിയിൽ നീറ്റിന് ചോദിക്കാത്ത, നീറ്റില് അല്ലെങ്കിൽ നീറ്റിന്റെ മെറ്റീരിയൽസിലൊന്നും ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് ചോദ്യങ്ങളാണ്. പക്ഷേ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സ്ഥിരം ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസിലെ ചോദ്യങ്ങൾ കംപ്ലീറ്റ്ലി തന്നെ ചെയ്തു നോക്കുക. ആൻഡ് ബേസ് സ്ട്രോങ് ആക്കി എടുക്കുക. അത് മാത്രം ചെയ്തിരിക്കരുത്, അതിന് പുറമെ ഐസറിന് ചോദിച്ച എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടാവണം. ഐസറിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഏത് റിസോഴ്സ് ആണ് അല്ലെങ്കിൽ ആരുടെ മെന്റർഷിപ്പ് ആണ് നമ്മൾ എടുക്കേണ്ടത്? നിങ്ങൾക്ക് സ്വയം തന്നെ NCERT പുസ്തകങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരുപാട് ഓൺലൈൻ ലെക്ചേഴ്സ് ഉണ്ട്. ഇനി നമ്മളുടെ ചാനലിൽ തന്നെ ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വയം കൂടുതൽ എഫേർട്ട് എടുത്ത് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അതല്ല, ഓൾറെഡി ഈ പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്തതിന് ശേഷം ഇപ്പൊ ഐസറിൽ പഠിക്കുന്ന ഒരാളുടെ ഗൈഡൻസ്, അതായത് പേഴ്സണൽ മെന്റർഷിപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഐസറിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സെയിം പാറ്റേണിൽ തയ്യാറാക്കുന്ന വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, മെഗാ ടെസ്റ്റുകൾ, ടെസ്റ്റ് സീരീസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ നമ്മളുടെ കോഴ്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ സീറോയിൽ നിന്നും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷനിൽ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. പരീക്ഷയുടെ പാറ്റേൺ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഒരുപാട് സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഡോണ്ട് റഷ്, ഡോണ്ട് കമ്പയർ, സ്റ്റേ കൺസിസ്റ്റന്റ്, സ്റ്റേ ക്യൂരിയസ്, ആൻഡ് യു വിൽ റീച്ച് ഐസർ വിത്ത് കോൺഫിഡൻസ്. ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഐസറിൽ എത്തിച്ചേരണമെന്ന് സ്വപ്നം കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.